ബംഗ്ലാദേശ് കലാപത്തിന് പിന്നാലെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ വൻ സംഘർഷമാണ് ഈ ദിവസമുണ്ടായത്. പോലീസും BHP പ്രവർത്തകരും ഏറ്റുമുട്ടി. ബംഗ്ലാദേശിൽ ദീപുദാസ് എന്ന യുവാവിനെ നഗ്നനാക്കി തൂക്കിയിട്ട് കത്തിച്ചു കൊന്നാണ് പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത്. വലിയ സംഘർഷമാണ്. ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കാണാം നമുക്ക് ആദ്യം. എന്താണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ വന്നിരിക്കുന്ന വലിയ വിള്ളൽ, അതിൻ്റെ അലയൊലികൾ, അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിക്കാം. ആര്യ പി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും എന്നോടൊപ്പം ചെയ്യുന്നുണ്ട്. ആര്യ, ഇതാണ് നമുക്ക് നിലവിലെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ ഇന്നത്തെ പ്രതിഷേധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ബംഗ്ലാദേശ് അവസാനത്തേക്കാണ്. അത് BHP പോലെയുള്ള സംഘടനകളാണ് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പരിണാമം ഏതു നിലയിലേക്ക് പോയേക്കാം? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ട സ്ഥിതിയാണ് നിലവിൽ? ഈ ഏറ്റവും നല്ല രണ്ട് മിത്രങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല രണ്ട് ബന്ധുക്കൾ ശത്രുക്കളായി മാറിയാൽ എന്ത് സംഭവിക്കും? അതാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ ഒരു ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതിനെ അങ്ങനെ വിശേഷിപ്പിക്കാം. ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം ഉണ്ടായത് ഇന്ത്യയുടെ സഹായം കൊണ്ട് മാത്രമാണ്. 1971 ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഇന്ത്യയുടെ 1500-ലധികം നമ്മുടെ ധീര ജവാന്മാരാണ് രക്തസാക്ഷികളായത്. പാകിസ്ഥാൻ എങ്ങനെ മുട്ടുകുത്തിച്ചു എന്നൊക്കെ അത് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ്. ഇന്ന് റഷ്യ അത് ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ബംഗ്ലാദേശിൻ്റെ തുടക്കം. അപ്പം ഇതിൽ ഈ ഇപ്പോൾ നടക്കുന്ന അസ്വാരസ്യങ്ങൾക്കൊക്കെ ജൻസി പ്രക്ഷോഭത്തിലേക്ക് പോകണം. അവിടെ ജൻസി പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെടുന്നു. അപ്പം ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി അടുത്ത ബന്ധമായിരുന്നു. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ജൻസി പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ വന്നിരിക്കുന്ന ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനസിന്റെ നൊബേൽ പ്രൈസ് ജേതാവാണ്. ആ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ആ സമയം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ, ഇന്ത്യക്കെതിരെയുള്ള പ്രസ്താവനകളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ അതിനെ കാര്യമായി ഒരു തരത്തിൽ അതിനോട് ആ രീതിയിൽ തിരിച്ച് പെരുമാറിയിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ ഇപ്പോൾ രണ്ട് കൊലപാതകങ്ങൾ അതും അതിനെയും പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതികളെ ഒളിപ്പിക്കാനൊക്കെ ഇന്ത്യ സഹായിച്ചു എന്ന തരത്തിൽ ഈ ഇടക്കാല സർക്കാരിലൊക്കെ നേതൃത്വം നൽകുന്ന ആളുകൾ, ഇൻകലാബ് മഞ്ച് എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ആളുകളെ ഇന്ത്യ സഹായിക്കുന്നുണ്ട്, ഇന്ത്യ ഒളിത്താവളം ഒരുക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടൊക്കെ വ്യാപകമായ പ്രതിഷേധങ്ങൾ അവിടെയും ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഹിന്ദു മതക്കാരനായ അവിടെ ബംഗ്ലാദേശിൽ ടെക്സ്റ്റൈൽ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ആളുടെ കൊലപാതകം, അത് കത്തിച്ചു കൊല്ലുക. അതിനും ഈ രണ്ട് കാര്യങ്ങളിലും നേരത്തെ വിദ്യാർത്ഥി നേതാവാണെങ്കിലും ശരി, ഈ ഹിന്ദുമത വിശ്വാസിയുടെ കൊലപാതകമാണെങ്കിലും ശരി, രണ്ടിലും കുറ്റക്കാരെ കണ്ടെത്താൻ ബംഗ്ലാദേശ് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ബംഗ്ലാദേശ് പോലീസ് ഇതുവരെ ഈ നിമിഷം വരെ ഇന്ത്യയുടെ പേര് പരാമർശിച്ചിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഇന്ത്യ, ചില മാധ്യമങ്ങളൊക്കെ ഇന്ത്യയാണ് മഹാരാഷ്ട്രയിലാണ് ഒളിപ്പിച്ചതെന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് പിന്നാലെയാണ് വ്യാപകമായ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ റോള് അത് നമുക്കറിയാം. നമ്മൾ അയൽ രാജ്യങ്ങൾ ഏറ്റവും വളരെ സ്ട്രാറ്റജിക്കായിട്ട് ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെ ആ ഒരു സഹകരണം, അവിടെയാണ് നമ്മൾ പാകിസ്ഥാനെ എപ്പോഴും, കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ നോക്കിയാൽ കിഴക്കൻ പാകിസ്ഥാൻ, അത് ഈ പാകിസ്ഥാൻ ഇവർക്കുണ്ടാക്കിയ മുറിവ് ഒരിക്കലും ഉണക്കാൻ കഴിയാത്തതുമാണ്. അപ്പോൾ അവിടെ ഒരു മറ്റു രീതിയിലുള്ള ഒരു അച്ചുതണ്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ടോ? ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇന്ത്യ ഒരു നയതന്ത്ര തലത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യുക, അതെല്ലാം എങ്ങനെ വഷളായി കൊണ്ടുപോയാൽ ഉണ്ടാകുന്ന ആഘാതം ഇത് ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ടോ? ബംഗ്ലാദേശിന് ഇന്ത്യക്ക് കൈവിട്ട് കളയാൻ കഴിയില്ല. കാരണം ഏകദേശം 4000 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും പങ്കുവെക്കുന്നത്. $15 ബില്യൺ വ്യാപാരം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യ ഒരു ദിവസം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് വരത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മെഡിക്കൽ വിസ നൽകുന്നത് 5000 മുതൽ 7000 മെഡിക്കൽ വിസ പെർ ഡേ ഇന്ത്യ ബംഗ്ലാദേശ് അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റിന് ശേഷം അത് 1000-500ലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അതുവരെ അപ്പം ബംഗ്ലാദേശിലുള്ള രോഗികളെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് വരിക, പ്രത്യേകിച്ച് ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത ഈ ആശുപത്രികളിലേക്ക് എത്തുക, അവിടെ ചെറിയ ചെലവിൽ ചികിത്സ ലഭ്യമാകും. അതുകൊണ്ട് മെഡിക്കൽ വിസ ഏറ്റവും കൂടുതൽ നൽകുന്നത് ഇപ്പം 2023 ഏകദേശം 20 ലക്ഷം രോഗികൾക്ക് മെഡിക്കൽ വിസ നൽകി. അതിൽ 80% ബംഗ്ലാദേശികൾക്കാണ് ഇന്ത്യ
ഇന്ത്യ നൽകിയത്, അത് ഓർക്കണം. ഇനി ഈ ചോദിച്ച പാകിസ്ഥാന്റെ കാര്യം, 1971 പാകിസ്ഥാൻ ഇതുവരെ ബംഗ്ലാദേശിനോട് മാപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ ഈ 2025 വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ എത്ര പാകിസ്ഥാൻ ജനറൽമാരാണ് ബംഗ്ലാദേശിലേക്ക് പോയിട്ടുള്ളത്, കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ള ISIലെ ഏറ്റവും ഉന്നത പദവിയിലുള്ള ആളുകളൊക്കെ അവിടേക്ക് പോയിട്ടുണ്ട്. മിലിറ്ററി പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ പോയിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് അവരുടെ പരിശീലകർ, ഇപ്പോൾ പൈലറ്റുമാരൊക്കെ ധാക്കയിലുള്ള പൈലറ്റുമാർ പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടണം, പാകിസ്ഥാൻ മിലിറ്ററിയിൽ നിന്ന് പരിശീലനം നേടണമെന്ന് ആഗ്രഹിക്കുകയാണ്. ചൈനയും രക്ഷകരായി വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ബംഗ്ലാദേശ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. പക്ഷേ അമേരിക്ക ഇവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. റഷ്യ ഇന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് റഷ്യ പറയുന്നുണ്ട്. അമേരിക്കയും ബൈഡൻ സർക്കാരാണ് ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്താണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ട്രംപ് ഭരണകൂടമാണ്. ട്രംപ് ഭരണകൂടം കൃത്യമായി ഈ ന്യൂനപക്ഷ പീഡനങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. അതിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതോടൊപ്പം US എയ്ഡും നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ കൂടി സഹായം നിർത്തിയാൽ അത് ബംഗ്ലാദേശിന് മുന്നോട്ട് പോവുക എളുപ്പമായിരിക്കും. തീർച്ചയായും അപ്പോൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യക്ക് തീർച്ചയായും എത്തേണ്ടി വരും. കാരണം അത് ബദ്ധവൈരികളായിട്ട് ഒരിക്കലും അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് പോകണം. ഇന്നത്തെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്.